ഇനി നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി ആര്യ നമ്മുടെ എല്ലാം നോവും നൊമ്പരവുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം. എന്തായാലും ആ കുഞ്ഞിന്, ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു ഊർജ്ജം നൽകിക്കൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്രിമ കൈ കൈമാറുകയാണ്. കൃത്രിമ കൈക്ക് പുറമെ നിരവധി ചികിത്സാ സഹായങ്ങളും സർക്കാർ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷയോടുകൂടിയാണ് വിനോദിനിയും അമ്മയും കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, സെപ്റ്റംബറിൽ ഒരു കുഞ്ഞ് വഴിക്ക് വീഴുന്നു, തുടർന്ന് ആശുപത്രിയിലാകുന്നു. ഈ ഒരു പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ചികിത്സാ പിഴ മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ആ അവസ്ഥയൊക്കെ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയ ഒരു വിഷയമാണ്. ഇന്ന് ആ കുഞ്ഞിനൊരു സന്തോഷ വാർത്തയുള്ളതാണ്. ഇന്ന് കുഞ്ഞിന്റെ കൃത്രിമ കൈവയ്ക്കുന്ന ദിവസമാണെന്ന്. അപ്പോൾ അമ്മയും കുഞ്ഞും നമ്മുടെ കൂടെയുണ്ട്. വിനോദിനിയാണ് മകൾ. ഇന്ന് സന്തോഷത്തോടെയാണല്ലേ ഉള്ളത്? ഇനിയിപ്പോ ചിത്രമൊക്കെ വരയ്ക്കാലോ അല്ലേ? അപ്പോ എന്തായിരുന്നു ചേച്ചി സംഭവിച്ചത്? അത് നമ്മള് കുട്ടി കളിക്കുന്ന ഇടയിൽ വീണതാണ്. വഴിക്ക് വീണതാണ്. വഴിക്ക് വീണ് നമ്മൾ പാലക്കാട് കൊണ്ടുപോയി. പാലക്കാട്ടിൽ നിന്ന് അവര് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു. എല്ല് പൊട്ടി തുടർന്ന് പിന്നെ അവര് മാവ് കെട്ടിട്ട് വിട്ടു. അവൾ പൊട്ടിയിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാണ്ട് അവർ മാവ് കെട്ടിട്ട് പിന്നെ 2 ദിവസം ഞങ്ങൾ പിറ്റേ ദിവസം പോയി. 24 കഴിഞ്ഞിട്ട് 25-ാം തീയതി പോയി. 25-ാം തീയതി പോയപ്പോൾ അവർ പറഞ്ഞു വേദനയ്ക്കുണ്ട്, കുട്ടിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കുഴപ്പമില്ല, അത് വേദന ഉണ്ടാവും, എല്ല് പൊട്ടിയതല്ലേ പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞ് ഞങ്ങളെ പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മരുന്ന് എഴുതി തന്നു. 5 ദിവസം കഴിഞ്ഞ് 5 ദിവസം ആകാത്ത മുന്നേ കുട്ടീൻ്റെ കൈ കൂടെ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. കൈയിൻ്റെ തലപ്പിൽ ഞങ്ങൾ കണ്ടത്, ഇവിടം വരെ ഇട്ടത് കൊണ്ട് ഞങ്ങൾ കണ്ടില്ല. കൈയിൻ്റെ തലപ്പിൽ ഓരോ പൊള്ളങ്ങൾ വന്നിട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾ വേഗം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ അഴിച്ചു നോക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് കയ്യിൽ അങ്ങനെ ബ്ലഡ് ഓട്ടം ഇല്ലാണ്ട് കൈ അങ്ങനെ ബ്ലാക്ക് കളറായി, കറുപ്പ് കളറായിട്ട് കൈ സ്മെല്ല് വരാൻ തുടങ്ങി. സ്മെല്ല് വരുന്ന സമയത്ത് അതിനും കുഴപ്പമില്ല, നമുക്ക് ബ്ലഡ് അവർ ഇതൊക്കെ നോക്കുമ്പോൾ ബ്ലഡ് നമുക്ക് എടുത്ത് വിട്ടാൽ കറക്റ്റാവും പറഞ്ഞു. പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്തിട്ട് പിന്നെ കോഴിക്കോട് പോകുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം ഇതെന്തായതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ല് പൊട്ടി വീണതാണ് സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കാം, നമുക്ക് ശ്രമിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. അവിടെ പോകുമ്പോൾ കൈ അങ്ങനെ ഭയങ്കരമായിട്ട് സ്മെല്ല് വരാനും പിന്നെ പോരാത്തതിനെ ഇതൊക്കെ എടുക്കാനും പോലും പറ്റില്ല. കാരണം നമ്മൾ കടന്ന കിടപ്പിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. നമ്മൾ ഈ പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട് എത്തുന്ന വരെ ഇവിടെ എണിച്ചിട്ടേ ഇല്ല, ബാത്റൂമിലേക്ക് പോലും എണിച്ചിട്ടില്ല. അവിടെ കടന്ന കിടപ്പിൽ തന്നെയാണ് ഇതെല്ലാമേ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് പോകാൻ പോലും പറ്റില്ല, കാരണം എടുത്ത കൈ അങ്ങനെ ഊരി വരുന്ന പോലെയാണ് അതിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ പോയിട്ട് ഇവർ 1 മണി 12 മണിയാകുമ്പോൾ അങ്ങനെ കയറ്റി. 1 മണിയാകുമ്പോൾ കയറ്റിയപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ശ്രമിച്ച് നോക്കാം, കമ്പി വെക്കാൻ പറ്റണ ശ്രമിച്ച് നോക്കാം പറഞ്ഞാൽ അവരിതിന് കമ്പിയൊക്കെ മേടിച്ച് വെച്ച് നോക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു 1 മണിയാകുമ്പോൾ പറഞ്ഞു പിന്നെ നമുക്ക് എന്താണ് പറഞ്ഞാൽ കൈ വെക്കാനുള്ള ഇറച്ചിയില്ല, അതുകൊണ്ട് നമുക്ക് കമ്പി വെക്കാൻ പറ്റില്ല, മുറിക്കണം, കാരണം പഴുപ്പ് അത്ര കയറിപ്പോയി മുട്ടിൻ്റെ അവിടം വരെ എത്തിയിട്ടിരുന്നു. ഇനി അത് നമുക്ക് ഈ മുറിക്കാണ്ടിരുന്ന മേലോട്ട് കയറി പിന്നെ നമുക്ക് ജീവൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ ഞങ്ങൾ പിന്നെ കട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞു, നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കത് എന്താണ് പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ ഒരു കൈ പോണത് ഒരു തന്നെയാണ്. പക്ഷെ ഇത് മുറിച്ചില്ലെങ്കിൽ നമുക്ക് ആപത്താണ്, നമുക്ക് പിന്നെ ജീവൻ കിട്ടില്ല എന്നവർക്കും പറയാം. അപ്പോൾ പിന്നെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ ഒരു 5 സർജറിയോളം കഴിഞ്ഞു. അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസുകാർ വെളിയിൽ വിട്ടപ്പോൾ പിന്നെ നമുക്ക് കൈയിൻ്റെ കാര്യം വി.ഡി. സതീശൻ സാറ് കണ്ട്, വി.ഡി. സതീശൻ സാറ് നമുക്ക് ഉറപ്പ് തന്നു, ഞങ്ങളെ വിളിച്ചു. പിന്നെ എല്ലാ എമൗണ്ടും സാറ് തന്നെ കൊടുത്തു, എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ സാറ് തന്നെ നോക്കി. അപ്പോൾ നമുക്ക് കൈ വയ്ക്കാൻ വേണ്ടി സാറിഞ്ഞ് ഒരു 10 മണി 11 മണിയാകുമ്പോൾ നമ്മളെ കാണാൻ വരുന്നുണ്ട് സാറ്. അതിനെ തുടർന്ന് സർക്കാരും ഈ ഒരു സഹായം